2-3 ദിവസമായിട്ട് എനിക്ക് ഈ ഉലുവക്കഞ്ഞി കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊതിയാവുമായിരുന്നു. നിങ്ങൾ ആരൊക്കെ ഈ ഉലുവക്കഞ്ഞി ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ മലബാർ സൈഡിൽ കർക്കിടകക്കഞ്ഞിനേക്കാൾ കൂടുതൽ ഉലുവക്കഞ്ഞി ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ ഉലുവയും അരിയും, അരി പച്ചരിയാണോ അതോ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണോ എന്ന് എനിക്ക് ശരിക്കറിയില്ല. ഞാൻ പച്ചരിയല്ല ഉപയോഗിക്കുന്നത്, ചോറ് വെക്കുന്ന അരിയാണ്. കാരണം ഇതിൽ പച്ചരി ഇല്ല. പിന്നെ ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ പവർഫുൾ ആണ്. അങ്ങനെ ഒരു സാധനം. അപ്പൊ കർക്കിടകമാകുമ്പോൾ ഈ സാധനം മെയിൻ ആണെന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടാക്കും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടി. മെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മുടിക്കൊക്കെ ഭയങ്കര നല്ലതാണ് ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാധനം ഉണ്ടാക്കുമ്പോൾ പണ്ട് നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് തരില്ലായിരുന്നു. എല്ലുരുകും, വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രശ്നം ഒക്കെ കൂടുതൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് തരാതിരിക്കുന്നത്. പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ സാധനം തരുള്ളൂ. ഫസ്റ്റ് പീരിയഡ്സ് ആവുന്ന സമയത്തും ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഒരുപാട് കുടിക്കാൻ വേണ്ടിയിട്ട് തരും. അന്ന് വേണ്ടായിരിക്കും. അതുപോലെ നമുക്ക് വീട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് വേണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ കിട്ടാത്തൊരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഈ സാധനത്തിനോട് ഭയങ്കര ഒരു കൊതിയാണ്. അങ്ങനെ ഞാൻ ഇന്ന് ഉലുവയും അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിന്ന് ഉലുവക്കഞ്ഞി കുടിക്കണം. ഞാൻ ശർക്കരയും ഉലുവയും ഇപ്പൊ അരിയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. കാരണം ഇത് ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. ശർക്കര ഞാൻ ഇപ്പൊ ആഡ് ചെയ്തതാണ്. അമ്മ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, കുക്കറാണ് ഈ ഹോളുകളുണ്ടല്ലോ, ഈ പ്രഷർ പുറത്തേക്ക് പോകുന്നത്. ഇതിനുള്ളിൽ ഉലുവ ഭയങ്കര ചെറിയ സാധനമാണ്. ഇതിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറി ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു 3 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കാം. വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. കാരണം ഞാൻ ഇത് ഉലുവ ഒരു 12 മണിയൊക്കെ ആയ സമയത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇപ്പൊ സമയം 10 മണിയായിട്ടുണ്ടാവും രാത്രി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് നല്ല രസമായിരിക്കും. വീട്ടിലെ മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. മഴ ഉണ്ടെങ്കിൽ ഇപ്പത്തെ എനിക്കറിയില്ല, ഇപ്പൊ മഴ കുറവാണല്ലോ. മുമ്പാണെങ്കിൽ നമുക്ക് നല്ല മഴയുണ്ട്, എപ്പോഴും ഒരു നനഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. പിന്നെ ഫുഡ് റുട്ടീൻ അത്യാവശ്യം നല്ല ചേഞ്ച് ആവാറുണ്ട്. ഇത് കഴിക്കുന്നത് ഒരുപാട് കഴിക്കും അങ്ങനെയല്ല. നമ്മൾ ഇലക്കറികള് മുരിങ്ങ ഒഴിവാക്കുമായിരുന്നല്ലോ, അവിടെ നിന്ന് മുരിങ്ങ എടുക്കാറില്ലായിരുന്നു. മുരിങ്ങയിൽ ഈ സമയത്ത് വിഷാംശം കൂടുതലാണ്, അല്ലെങ്കിൽ മുരിങ്ങ ഇലയിൽ വിഷാംശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മുരിങ്ങ കഴിക്കാറേ ഇല്ലായിരുന്നു. പിന്നെ ഒരുപാട് ധാന്യങ്ങൾ കഴിക്കുമായിരുന്നു. ധാന്യങ്ങൾ എന്നല്ലേ പറയാം, പയറ് വർഗ്ഗങ്ങൾ, നമ്മുടെ കടല, പിന്നെ പയറ്, മുതിര, പിന്നെ വൻപയറ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൈകിട്ട് ആകുമ്പോഴത്തേനും ഇതേപോലെ വേവിച്ച് ഈ തേങ്ങയും ഉപ്പുമിട്ട് നമ്മൾ നോർമൽ ഇങ്ങനെ വേവിച്ച് കഴിക്കുമല്ലോ, അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് തരും. എപ്പോഴും നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ ആഡ് ഓൺ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ഡാബറിന്റെ ചവനപ്രാശ്. എനിക്കറിയില്ല എന്തോരം പേരത് കഴിക്കാറുണ്ട് ഈ സമയത്ത്. ഞങ്ങളുടെ വീട്ടിൽ ഈ ഡാബറിന്റെ ചവനപ്രാശ് ഒരു കർക്കിടക സമയത്തുള്ള മെയിൻ ഒരു താരാണെന്നൊക്കെ പറയില്ലേ. എല്ലാ വർഷവും കർക്കിടകത്തിൽ ഈ സാധനം മേടിക്കും. പാൽ നമ്മൾ നോർമലി രാത്രി കുടിക്കും, അതിന്റെ കൂടെ ഈ ചവനപ്രാശ് ഒരു ആഡ് ഓൺ ആയിട്ട് വരും. എൻ്റെ ഉലുവക്കഞ്ഞിന്റെ വിസിലാണ് ഇപ്പോൾ വന്നത്. ഉലുവക്കഞ്ഞിയുടെ അവസ്ഥ എന്തായി നോക്കാം. വെന്ത് വന്നോ ശരിയായോ എന്നറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കേ, കണ്ടിട്ട് ഒരു 2 വിസിൽ കൂടെ വേണം എന്ന് തോന്നുന്നു. കാരണം ഇതൊന്ന് അടിഞ്ഞ് സെറ്റായിട്ടില്ല. അപ്പം നമുക്കൊന്നുകൂടെ ചൂടാക്കാം. ശർക്കര കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് ശർക്കര ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇത് കണ്ടോ, ഇച്ചിരി തേങ്ങ. ഇത്തിരി തേങ്ങയും കൂടെ ഇട്ടു. ഇനി നമുക്കിത് ഒന്നുകൂടെ ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞിട്ട് അതിനു മുമ്പ് ഇച്ചിരി ഒരു പൊടിക്ക് ഉപ്പ് ഇടണം കേട്ടോ, ഒരു നുള്ളു ഉപ്പ്. ഞാൻ കുറച്ച് മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ ഒരു 11:30 ആയപ്പോഴത്തേനും എൻ്റെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഇത് ഞാൻ എൻ്റെ വെള്ളം ഇച്ചിരി കുറവായിരുന്നേ, അപ്പം കുറച്ച് തിക്കായിട്ടാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇത്തിരി മാത്രമേ എടുത്തുള്ളൂ, ബാക്കി എനിക്ക് നാളെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ശർക്കരയുടെയും പിന്നെ തേങ്ങ, പിന്നെ നമ്മളൊരു നുള്ളു ഉപ്പിടും, അതിൻ്റെ എല്ലാം കൂടെ. പിന്നെ ഉലുവയുടെ ചെറിയൊരു കയ്പുണ്ടാകും. എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങളുടെ വിയർപ്പ്, നിങ്ങളുടെ യൂറിൻ തൊട്ടെല്ലാം നിങ്ങൾ ഇനി ഉലുവ മണക്കും കുറച്ച് ദിവസത്തേക്ക്. മെയിനായിട്ട് ഞാൻ ഓഫായ ദിവസം ഉണ്ടാക്കുന്നതിൻ്റെ തന്നെ കാരണം, ഓഫീസിലൊക്കെ പോകാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാലും ചിലപ്പം നമ്മൾ വേറെ എവിടെയും വരത്തില്ലെങ്കിൽ നമുക്ക് അണ്ടർ ആംസ് ഒക്കെ ചിലപ്പോൾ സ്വെറ്റ് ആവുമല്ലോ, അപ്പോൾ ഉലുവ മണത്ത് തുടങ്ങും.
അതുകൊണ്ട് ഞാനിത് വീക്കെൻഡിൽ ഉണ്ടാക്കിയത്. നല്ലപോലെ ഉലുവ മണക്കും, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കറക്കട കഞ്ഞിയായിരിക്കും ഉണ്ടാക്കുന്നത്, പക്ഷെ ഉലുവ ഇസ് വെരി ഗുഡ് ഫോർ യുവർ നമ്മുടെ ഉള്ളിലാണെങ്കിലും പിന്നെ ഹെയറിനാണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.